ഭാവനയുടെ ഒരു ഹൊറർ പടം OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും വിചാരിക്കും ഹണ്ട് 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 ഹണ്ടല്ല, ഹണ്ട് 23-ാം തീയതിയാണ് റിലീസ് ആവുന്നത്. ഇത് ദ ഡോർ പറഞ്ഞിട്ടുള്ള ഒരു തമിഴ് പടം. സോ തമിഴ് സിനിമയെ പറ്റി പറയണ വെച്ചാൽ ഇപ്പൊ വന്നിട്ട് മറ്റേ ഉദയനാണ് താരത്തിൽ പറയുന്ന ഡയലോഗ് ഉണ്ട്, ടൺ കണക്കിന് പപ്പടവും പൊറോട്ടയാണ് കെട്ടിക്കിടക്കണതെന്ന്. അതേപോലെ ഇപ്പൊ തമിഴ് ഹൊറർ പടങ്ങളുടെ അവസ്ഥ, എല്ലാവരും എടുക്കുകയാണ്, ക്വാളിറ്റി പറയുന്ന സാധനം സീറോ. ഇപ്പൊ നമ്മളെ ജെയ്യുടെ ഒരു പടമുണ്ട് ബലൂണ് പറഞ്ഞിട്ട്, ആ സിനിമ കണ്ടവർക്ക് അറിയാം. അതിൽ വന്നിട്ട് ഹൊറർ പടത്തില് ഹൊറർ പടം ഡയറക്ട് ചെയ്യാൻ പോകുന്ന ആളാണ് നമ്മുടെ നായകൻ. ആള് പറയുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ഹൊറർ പടങ്ങളൊന്നും ശരിയല്ല, അതേപോലെ തന്നെ ഇന്ന എലമെന്റ്സ് മിക്സ് ചെയ്താലാണ് പെർഫെക്റ്റ് ഹൊറർ പടം ഉണ്ടാവാൻ വേണ്ടിട്ട് ഒരു കാട്ടവരാതെ എടുത്തു വെച്ചിട്ടുണ്ട്. സോ ഇത് നമുക്ക് ഒരിക്കലും ഒരു ഹൊറർ പടം പറയാൻ പറ്റില്ല, മോർ ഓവർ ഒരു ത്രില്ലർ പടം എന്ന് വേണമെങ്കിൽ പറയാം. എന്തോന്നടേ ഇത് പ്രേതങ്ങളൊക്കെ ഇപ്പൊ എന്തോന്നിത് ഈ നന്മ മരങ്ങളായ പ്രേതങ്ങളാണ്. അതായത് ഒരാൾ കിടക്കുമ്പോ അയാളുടെ പുതപ്പ് വലിച്ചൂരുക. എനിക്ക് മനസ്സിലാവാത്ത, മുമ്പ് വല്ല ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്നുണ്ടായിരുന്ന പ്രേതമാണോ അതോ ഈ മറ്റേ അലക്ക് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന പ്രേതമാണോ അല്ല അറിയാൻ ചോദിക്കുകയാണ്. പിന്നെ വന്നിട്ട് എന്താ വെച്ചാൽ മുഖത്ത് കുറച്ച് അരിപ്പൊടി, ഗോതമ്പ് പൊടി, അതേപോലെ കടലമാവ് തേക്കുന്ന പ്രേതം. പ്രേതം ബജ്ജി ഉണ്ടാക്കണ്ട, പ്രേതം മേത്ത് കയറിയ കണ്ണ് വെള്ള കളറാവും, ആൾക്കാരെ പേടിപ്പിക്കാൻ പറഞ്ഞിട്ട് ഏത് നേരം ജനലിന്റെ അവിടെ പോയി നിൽക്കുന്നുണ്ടാവും. പണ്ടൊക്കെ പ്രേതങ്ങൾ വന്നിട്ട് ചോരക്കളിയായിരുന്നു, ഇന്നാളെ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൽ വന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഐസാക്കി മാറ്റലാണ്. അപ്ഡേഷൻ ഉണ്ട് തോന്നുന്നു. സോ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് അടിപൊളിയായിരുന്നു കേട്ടോ. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഒരു അമ്പലം പൊളിക്കുന്നതും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഈ ആൾക്കാരെ കാണിക്കാതെ അവര് കയ്യിലുള്ള ഈ ഒബ്ജക്ട്സിനെയാണ് സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഐഫോൺ കാണിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വെച്ചാൽ ഐഫോണിന്റെ ആഡാണോ, പിന്നെ അമ്പലം മണി വീഴുണ്ട് അമ്പലത്തിൽ നിന്ന്, അതേപോലെ ചുറ്റിക അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഞാൻ പുതിയൊരു ടൈപ്പ് പടമാണ് വിചാരിച്ചു. പിന്നെ അങ്ങോട്ട് യൂഷ്വൽ റിവഞ്ച് ഡ്രാമ ആ സാധനം തന്നെയാണ്. ഭാവന അടിപൊളിയായിരുന്നു കേട്ടോ. ഭാവനെ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. അതേപോലെ തന്നെ ആളല്ല ഡബ് ചെയ്ത് തോന്നുന്നു, വേറെ ആരുമാണ്, പക്ഷെ ആ ഒരു സൗണ്ട് നന്നായി സിങ്ക് ആവുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു ഭാവന. ഈ സിനിമയിൽ ആകെ ഒരു പോസിറ്റീവായി തോന്നിയ ഭാവന മാത്രമാണ്, പിന്നെ വേറെ ഒന്നുമില്ല ഈ പടത്തില്. ദ ഡോർ പറഞ്ഞിട്ട് ഈ ഡോറും ഈ സിനിമയായിട്ട് എന്താ പ്രോപ്പർ കണക്ഷൻ പോലും എനിക്ക് മനസ്സിലായില്ല. ദ ഹോം എന്നാണെങ്കിൽ പിന്നെ രസം ഉണ്ടായിരുന്നു. സോ ഈ സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു ബിൽഡിംഗ് കെട്ടിക്കൊണ്ടേയിരിക്കുന്നു, അതിന്റെ മുകളിൽ ഓരോരുത്തർ ചാടി ചാവുണ്ട്. അത് ഭാവനയായിട്ട് കണക്റ്റഡ് ആണോ അല്ലേ, ഇനി എന്താണ് പ്രശ്നം എന്നൊക്കെ കണ്ടുപിടിക്കണം. അതൊരു ത്രില്ലർ മോഡിലോട്ടാണ് പടം പോകുന്നത്. ഹൊറർ എലമെന്റ്സ് ഒന്നും ഒട്ടുമില്ല, എന്നാൽ ത്രില്ലറിന്റെ ഒരു ഇമ്പാക്ട് തരണ്ടേ അതുമില്ല. അപ്പൊ എനിക്ക് അത്ര വർക്കായ പടമൊന്നുമല്ല. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്, വേണ്ടവർ കണ്ടു നോക്കുക. സോ ഇപ്പൊ നമ്മൾ നോക്കുകയെന്ന് വെച്ചാൽ ഭൂതകാലം പടവും ഒരു റൂമും അതേപോലെ തന്നെ ഒരു വീടുമായിട്ട് ചുറ്റിപ്പറ്റിയിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ ആ സിനിമയുടെ ക്ലൈമാക്സിൽ സൈജു കുറുപ്പ് ഈ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ അപ്പുറത്ത് ചേച്ചി വന്നിട്ട് ഡയലോഗ് അടിക്കുന്നുണ്ട്, സാറെ കുറച്ച് മാറി നിന്നോ എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഒരു ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഹോണ്ടിങ് ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഇവൻ ആ ഒരു ഡയലോഗ് മനസ്സിലാക്കണം, ഇതൊരു കംപ്ലീറ്റ് പടം എടുത്തു വെച്ചിട്ട് പോലും ആ ഒരു എഫക്ട് പറയുന്ന സാധനം കിട്ടുന്നില്ല. ഈ പ്രേതത്തിന്റെ അടുത്തൊക്കെ നമുക്ക് സിമ്പതിയാണ് തോന്നുന്നത്. ഈ ഹൊറർ പറഞ്ഞാൽ സിമ്പതി ആയി മാറിയോ എന്നാണ് ഇപ്പൊ എന്റെ ഡൗട്ട്. കാരണം ഇപ്പൊ തൊട്ടാ പിടിച്ച് എല്ലാവരുടെയും അങ്ങനെയാണ്. വെള്ളയപ്പങ്ങാടി വെള്ളയപ്പം പറഞ്ഞിട്ട് വിൽക്കണ പോലെയാണ് ഓരോ ഇൻഡസ്ട്രി ഹൊറർ പടം ഇറക്കി വിടുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ അടുത്ത കാലത്ത് ഭൂതകാലം അല്ലാതെ ഏത് പടമാണ്? സോ യു ക്യാൻ സേ ബ്രഹ്മയുഗം. ഓക്കെ റൈറ്റ്, റാദർ ദാൻ ദാറ്റ് ഒരു നല്ല പടം ഇറങ്ങിയിട്ടില്ല. സോ ട്രൈ ഇറ്റ് ഔട്ട് ഇഫ് യു ഹാവ് ടൈം. ഇപ്പൊക്കെ പോയിട്ട് ഹൊറർ സീരീസിൽ വരെ വുമന്റെ ഇമോഷൻസ്, അവരുടെ പ്രശ്നങ്ങൾ അതൊക്കെ തിരികെ കയറ്റാൻ തുടങ്ങി. സോ വേണ്ടവർ കണ്ടു നോക്കുക. ഭാവനയ്ക്ക് വേണ്ടി വേണമെങ്കിൽ കാണാതെ ഞാൻ പറയുള്ളൂ. എനിക്ക് അത്ര വർക്കായിട്ടുള്ള പടമൊന്നും അല്ല. ഈ സിനിമയിൽ ക്ലൈമാക്സ് പോർഷനിൽ 1-2 ട്വിസ്റ്റും ടേൺ ഒക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും വർക്ക് ആവുന്നില്ല. സോ ട്രൈ ഇറ്റ് ഔട്ട്.